ഹായ്, വൈകുണ്ഠേകാദശിയുടെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കൊളുത്തി തുളസി തീർത്ഥം കുടിച്ചു. അങ്ങനെ ഞങ്ങളെ പെറ്റയായ ലക്കി അവൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടാ. ഗേറ്റിൻ്റെ അവിടെ അവൻ രാവിലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തുളസി തീർത്ഥമൊക്കെ കഴിച്ച് നേരെ അടുക്കളയിലേക്ക് ചെന്നു. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് പരിഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് അതിൻ്റെ കഞ്ഞി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തനും പയറും കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടി പയറൊക്കെ വെള്ളത്തിലിട്ടു. എന്നിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും അത് വെന്ത് വരുമ്പോഴേക്കല്ലേ മത്തൻ അരിയേണ്ടുള്ളൂ. അപ്പം മത്തനൊക്കെ അരിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ കഞ്ഞിയും ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോയി. ആദ്യം പാർത്ഥസാരഥിയിലാണ് പോയത്. അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. അതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ബ്രാഹ്മണ സമൂഹ മഠത്തിൻ്റെ വിളക്കുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പം അമ്പലത്തിൽ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, പുറത്തു മാത്രമേ തൊഴുതിട്ട് പോന്നു. അപ്പോൾ അതിന് ശേഷം ഗണപതി അമ്പലത്തിൽ പോയി. അവിടെ പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വൈകുണ്ഠ ഏകാദശിയുടെ ദിവസം. അപ്പോൾ ബായ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.